ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. ടിക്കറ്റ് റദ്ദാക്കുന്നതും റീഷെഡ്യൂൾ ചെയ്യുന്നതും സൗജന്യമാണ്. പ്രതിസന്ധി സമയത്ത് യാത്രക്കാർക്കൊപ്പമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. വിനിത ബി.ജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, എന്തായാലും ഈ വിമാന ചാർജുകൾ പലപ്പോഴും നിരക്കുകളൊക്കെ വല്ലാതെ കൂടുമ്പോൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നേരത്തെ അവരുടെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. ടിക്കറ്റുകൾ അതനുസരിച്ചിട്ടാണ് തിരിച്ചുവരവിനുള്ളത് ബുക്ക് ചെയ്തിരുന്നത്. ഈ അപ്രതീക്ഷിതമായ ഈ സംഭവം വരുമ്പോൾ അവർ പരിഭ്രാന്തിയിലായിരുന്നു. ഇനി തിരികെ പോക്ക് എന്താകുമെന്ന്. അപ്പോൾ എന്തായാലും അക്കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. ഇതിനോടകം തന്നെ വ്യോമയാന മന്ത്രാലയം ഈ വിമാന കമ്പനികൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ജമ്മു കാശ്മീരിലുള്ള ആളുകൾ, വിനോദസഞ്ചാരികൾ, അവർക്ക് മടങ്ങിയെത്തുന്നതിൽ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത്, അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കാണ് എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിരിക്കുന്നത്. പൊതുവേ ഈ മാസങ്ങളിൽ, ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ടിക്കറ്റ് നിരക്ക് ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അത്തരം സാഹചര്യത്തിലേക്ക് ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി പോകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. വലിയ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഭീകരാക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ സ്വീകാര്യമായ ഒരു നടപടി എന്ന് കൂടി നമുക്ക് എയർ ഇന്ത്യയുടെ നടപടിയെ പറയാവുന്നതാണ്. ടിക്കറ്റ് റദ്ദാക്കുന്നതിനും ഒപ്പം തന്നെ റീഷെഡ്യൂൾ ചെയ്യുന്നതും സൗജന്യം ആക്കിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി സമയത്ത് ഞങ്ങൾ യാത്രക്കാർക്കൊപ്പമാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്മിത. ശരി.